അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Their hearts became hard like a rock എന്നൊരു പ്രയോഗം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അവരുടെ ഹൃദയം പാറ പോലെ കടുത്തുപോയിരിക്കുന്നു. ഇത് ഒരു പ്രയോഗമാണ്. മനുഷ്യന്റെ ഹൃദയത്തെ പാറയോട് ഉപമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ശിലയോട് ഉപമിച്ചിട്ടുള്ള ഒരു പ്രയോഗം. ചിലപ്പോഴും നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, എന്താ നിന്റെ ഹൃദയം ഇങ്ങനെ കടുത്തു പോയത്, ഇങ്ങനെ ഹാർഡായി പോയത് എന്താണ്? ദയയില്ലാത്തവനായിട്ട്, കാരുണ്യമില്ലാത്തവനായിട്ട്, ആളുകളോട് വിശാല ഹൃദയമായിട്ട് സമീപിക്കാതെ നീ എന്താണ് ഇങ്ങനെ പരുഷമായി പോയത് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഹൃദയം കടുത്തുപോയ ആളുകളുടെ ഹൃദയത്തെ പാറകളോട് ഉപമിക്കുന്നുണ്ട്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط منه من خشية الله وما الله بغافل عما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പക്ഷെ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ട ശേഷവും സുമ്മ ഖസത ഖുലൂബുഹും, പിന്നീടും നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ കടുത്തുപോയല്ലോ, അത് പാറകളെ പോലെ ആയിത്തീർന്നു. അല്ല, ഔ അശദ്ദു ഖസ്വ, അല്ല, അതിനേക്കാളും അധികം എന്ത് ചെയ്തു? നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കാരണം അതിനേക്കാളും കടുത്തുപോയി നിങ്ങളുടെ ഹൃദയം. കാരണം എന്തെന്നാൽ ചില പാറകളിൽ നിന്ന് വെള്ളം, ആറുകൾ പൊട്ടി ഒഴുകാറുണ്ട്. അതല്ല എങ്കിൽ ചില പാറകൾ സ്വയം പൊട്ടി പിളരുകയും അതിൽ നിന്നും വെള്ളം ഉത്ഭവിക്കാറുമുണ്ട്, വെള്ളം ഒഴുകാറുമുണ്ട്. അതല്ല എങ്കിൽ ചില പാറകൾ അള്ളാഹുവിനോടുള്ള ഭയത്താൽ അത് നിലംപതിക്കാറുണ്ട്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അറിയുന്നവനാകുന്നു, അല്ലെങ്കിൽ അശ്രദ്ധനല്ല തന്നെ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. അത് ഹിജാർ, അത് ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ പാറയെ പോലെയായി. എന്നിട്ട് അള്ളാഹു വേഗം തിരുത്താണ്, അല്ല, പാറയെ പോലെയല്ല, പാറയോട് പോലും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു? സാമ്യപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. കാരണം ചില പാറകളിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകാറുണ്ട്. ഖറജ എന്നൊക്കെ പറഞ്ഞാൽ പുറപ്പെടുക എന്നാണ് അർത്ഥം. ഫയഖ്റുജു മിൻഹുൽ മാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളം എന്താവാറുണ്ട്? പൊട്ടി ഒഴുകാറുണ്ട്, പുറപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഷഖ്ഖ യശഖു എന്ന് പറഞ്ഞാൽ സ്വയം പൊട്ടിപ്പിളരുക. ചില പാറകൾ അങ്ങനെ സ്വയം പൊട്ടിപ്പിളർന്ന് അതിൽ നിന്നും ആറുകൾ, അരുവികൾ പുറപ്പെടാറുണ്ട്. നെഹ്ർ, അൻഹാർ എന്നൊക്കെ പറഞ്ഞാൽ അരുവികൾ. മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, വെള്ളം ഒഴുകാറുണ്ട്. ഹബത്ത യഹ്ബിത്തു എന്നൊക്കെ പറഞ്ഞാൽ നിലംപതിക്കുക, ഖശിയത്തില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, പാറയെ പോലെയാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ചില പാറകളിൽ നിന്ന് അരുവികളും ആറുകളും ഒഴുകാറുണ്ട്. കാരണം അവിടെ നനവുണ്ട്, അവിടെ നിന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അതിൻ്റെ ഉത്ഭവം ഏതാണെന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങളെ. അപ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാമല്ലോ, നിങ്ങൾ ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പം പമ്പ ഒഴുകുന്നത് സഹ്യപർവ്വത നിരകളിൽ നിന്നാണ്. ഭാരതപ്പുഴ ഒഴുകുന്നത്, നിള എന്ന് നമ്മൾ വിളിക്കുന്ന ഭാരതപ്പുഴ ഒഴുകുന്നത് ആനമലയിൽ നിന്നാണ്. ചാലിയാർ പുഴ ഒഴുകുന്നത് അത് നിലമ്പൂർ കാടുകളിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ നദികളുടെ ഉത്ഭവസ്ഥാനത്തെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അതങ്ങനെ പാറകളിൽ നിന്നും, മലനിരകളിൽ നിന്നും, പർവ്വതങ്ങളിൽ നിന്നുമാണ് അത് പൊട്ടി ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം അതിങ്ങനെ വരണ്ടുപോയി. അവിടെ ഒരു വെള്ളം കിനിയുന്നില്ല, നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടാകുന്നില്ല, അലിവുണ്ടാവുന്നില്ല,
സ്നേഹമുണ്ടാവുന്നില്ല, ആളുകൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടാവുന്നില്ല, ആളുകളോട് വല്ലാത്ത എമ്പതിയോ സിമ്പതിയോ ഉണ്ടാവുന്നില്ല, ആളുകളോട് കാരുണ്യം കാണിക്കുന്നില്ല, മറ്റുള്ളവർക്ക് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ വിനയം ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വിനയം ഉണ്ടാകുന്നില്ല, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാവുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചില പാറകൾ അള്ളാഹുവിനോടുള്ള ഭയത്താൽ നിലംപതിക്കാറുണ്ട്. അതിങ്ങനെ കൂപ്പുകുത്തി മണ്ണിലേക്ക് കൂപ്പുകുത്തി വീഴാറുണ്ട്. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാറകൾ നിലംപതിക്കാറുണ്ട്. അപ്പോൾ പാറയോട് പോലും ഉപമിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയങ്കരമായ ഭയഭക്തി ഉണ്ടായിരുന്നെങ്കിൽ, തഖ്വ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയവും അങ്ങനെ എന്താ പറയുക, സുജൂദിൽ വീഴുമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിലേക്ക് സർവ്വം അർപ്പിക്കുമായിരുന്നു. സുജൂദിലേക്ക് വീണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുമായിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമായിരുന്നു. അപ്പോൾ പാറയോട് പോലും നിങ്ങളുടെ ഹൃദയത്തെ ഉപമിക്കാൻ സാധിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മൾ വെറുതെ ഒന്ന് കഅബയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത്, മക്കയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം നമ്മൾ പഠിക്കാറുണ്ടല്ലേ. പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഈദ്ഗാഹുകളിൽ നമ്മൾ കേൾക്കുന്നത് ഹാജറ ബീവിയുടെയും ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെയും ചരിത്രമാണ്. അതിൽ ഹാജറ ബീവി മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമ ദാഹിച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി സഫ മർവ കുന്നിനിടയിലൂടെ ഓടുന്നുണ്ട്. അങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്. പക്ഷെ ആ വെള്ളം എങ്ങനെയാണ്, സംസം എന്ന വെള്ളം എങ്ങനെയാണ് മക്കയുടെ പിന്നീടുള്ള നാഗരികതയെ വികസിപ്പിക്കാൻ ഉപയോഗപ്പെട്ടത് എന്നത് നമ്മൾ പഠിക്കുമ്പോഴാണ് വെള്ളത്തിനുള്ള, ഒരു അരുവിക്കുള്ള, പുഴക്കുള്ള, ഒരു ജലസ്രോതസ്സിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പമ്പയാണെങ്കിലും ഭാരതപ്പുഴയാണെങ്കിലും പെരിയാറാണെങ്കിലൊക്കെ അത് ഒഴുകുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്തു നിന്നായിരിക്കും. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ മെയിൻ ഉറവിടം, അതിൽ നിന്നും അതിങ്ങനെ വ്യത്യസ്ത ജില്ലകളിലൂടെ പ്രദേശങ്ങളിലൂടെ ഒഴുകി 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 പോകും. അങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് പിന്നീട് കൃഷിയോഗ്യമാകും. കൃഷി ചെയ്യും മനുഷ്യർ, കന്നുകാലികളെ വളർത്തും, ആളുകൾ താമസിക്കാൻ തുടങ്ങും, ഫാക്ടറികൾ ഉണ്ടാകും, വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകും, കച്ചവടം നടക്കും, വലിയ തോട്ടങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകുന്നതിന് ചുറ്റും മനോഹരമായ ഒരു ജീവിത വ്യവസ്ഥ, അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകും. അവിടെ ജീവിതം സുഖമമായിരിക്കും. വെള്ളമില്ലാത്തൊരു സ്ഥലത്തെ പോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരു പാറയിൽ നിന്നും പൊട്ടിയ ഒരു നദിയിലൂടെയാണ് ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമുണ്ടാകുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാൽ, തീർച്ചയായിട്ടും അലിവുള്ളതായാൽ, പാറയെ പോലെ കടുത്തതല്ല, അതിൽ നിന്നും വെള്ളമുണ്ടായി എന്ന് പറഞ്ഞാൽ ആളുകളോട് കാരുണ്യത്തോട് പെരുമാറിയാൽ, ആളുകളോട് വല്ലാതെ സഹായിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് മനുഷ്യർക്ക് സ്ഥാനമുണ്ടാകും. നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടാകും. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയത്താൽ, കാരുണ്യത്താൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള വല്ലാത്ത സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം നനയും. അവിടെയാണ് എന്ത് ചെയ്യുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പൂന്തോട്ടങ്ങളും മരങ്ങളും ഫലവൃക്ഷങ്ങളും ഉണ്ടാകും. ഒരു അരുവി ഉണ്ടാകുമ്പോഴാണ് അതിനു ചുറ്റും ഈ പറഞ്ഞ പൂന്തോട്ടങ്ങളും ഈന്തപ്പഴ മരങ്ങളും, അല്ലെ, ആറുകളും, അങ്ങനെ ആറുകളുണ്ടാകും. സ്വർഗത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അവിടെ ആറുകളുണ്ടെന്നാണ്. അപ്പോൾ അവിടെ ആറുകളുണ്ടാകും, പൂന്തോട്ടങ്ങളുണ്ടാകും, കൃഷിസ്ഥലം ഉണ്ടാകും, മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ ഹൃദയം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പാറ പോലെ കടുപ്പിച്ച് കളയരുത്. അതിൽ നനവുണ്ടാവണം. ആളുകളെ അക്കമഡേറ്റ് ചെയ്യാൻ സാധിക്കണം. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് വിനയമുള്ളതായിരിക്കണം ഹൃദയം. അങ്ങേയറ്റം ഭയഭക്തിയാൽ നിങ്ങളുടെ ഹൃദയം പ്രകമ്പനം കൊള്ളണം. മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിന് മുമ്പിലുള്ള ആയത്ത് അള്ളാഹ് പറയുന്നത് സുമ്മ കസത്തെ കൊലോബക്കോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും, ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും അവരുടെ ഹൃദയം കടുത്തുപോയി. ഇതിൽ മൂസാ നബി അലൈഹി സ്വലാമ തൻ്റെ സമൂഹത്തെ, ബനു ഇസ്രായേൽ സമൂഹത്തിനോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങളൊരു പശുവിനെ അറക്കണം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പശുവിനെ അറക്കാൻ അവർക്ക് ഇഷ്ടമല്ല, കാരണം അവർ പശുവിനെ ഭക്തിയോടുകൂടി കണ്ട ആളുകളാണ്. നമ്മൾ തന്നെ ചില ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇന്ത്യയിൽ തന്നെ പശുവിനെ ദൈവമായി ആരാധിക്കുന്നവർ പശുവിനെ നിങ്ങൾക്ക് അറുത്തു എന്നതിൻ്റെ പേരിൽ മനുഷ്യരെ കൊന്നത്, നിങ്ങളുടെ ഫ്രിഡ്ജിൽ പശു ഇറച്ചിയായിരുന്നു എന്നതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞത്, അല്ലെങ്കിൽ പശുവിനെ അറക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത്. ആ പശു ദൈവമാണ്. ഇങ്ങനെ കരുതിയിരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും പശുവിനോടുള്ള ഭക്തി അത് പൂർണ്ണമായിട്ടില്ലാതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പശുവിനെ അറക്കണം. അപ്പോൾ അവർ പശുവോ? അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്, രക്ഷപ്പെടാൻ വേണ്ടി അവർ ചോദിച്ചു കളർ എന്താണ്,
ഉഴുതുമറിക്കാൻ ഉപയോഗിച്ചതാണോ, പിന്നെ വയസ്സായതാണോ, എത്ര വയസ്സുണ്ടാവും ഏകദേശം, ഏത് പ്രായം, ഏത് നിറം, എങ്ങനെയാണ് ഞങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി, ഇങ്ങനെ 100,000 ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. പക്ഷെ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാം എല്ലാ ചോദ്യത്തിനും അള്ളാഹുവിൻ്റെ വഹി മുഖേന ഉത്തരം പറഞ്ഞിട്ട് ഒടുവിൽ അറുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് അവർ അറുക്കുമായിരുന്നില്ല. ഏതുപോലെ നമ്മൾ ചിലപ്പോഴേ ഉമ്മ പറയാന്നേരിക്കാം ഇന്നൊരു പുസ്തകം വായിക്കണം, അപ്പം നമ്മൾ ചോദിക്കുകയാണെന്ത് ഏതാ വേണ്ടത്, ഏത് പുസ്തകം, ഇംഗ്ലീഷാണോ മലയാളമാണോ, പഴയതാണോ പുതിയതാണോ, ഫിക്ഷൻ സ്റ്റോറിയാണോ നോൺ ഫിക്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ, നമുക്ക് വായിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവസാനം പറയും എന്നാൽ പിന്നെ നീ വായിക്കണ്ട അല്ലേ. ഇങ്ങനൊരു ഉത്തരം പ്രതീക്ഷിച്ചാണ് ഇസ്രായേൽ സമൂഹം ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം കടുത്ത ഭക്തിയാണ് പശുവിനോട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടും 2 മനുഷ്യർ മരണപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലയാളി ആരാണെന്നറിയാൻ വേണ്ടി അവസാനം കൊല ചെയ്യപ്പെട്ട അഥവാ മരിച്ച ആളുണ്ടാവുമല്ലോ, ആ മരിച്ച മനുഷ്യന്റെ മുകളിൽ ഈ പശുവിൻ്റെ ഇറച്ചിയുടെ ഒരു ഭാഗം നിങ്ങൾ അടിക്ക്. അപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ്, ആ മനുഷ്യന് ജീവൻ കിട്ടും, ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയും ആരാണ് എന്നെ കൊന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. മരിച്ച മനുഷ്യന് ഈ പശുവിൻ്റെ ഇറച്ചി കൊണ്ട് അടിക്കുമ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റെന്ന് പറയാണ് ആരാണ് എന്നെ കൊന്നത്. അപ്പോൾ അള്ളാഹു പറയാണ് ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും എന്നിട്ടും നിങ്ങളുടെ ഹൃദയം എന്താണ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാൽ നിറയാത്തത്. നിങ്ങൾക്കെന്താണ് തഖ്വ കൂടാത്തത്, നിങ്ങളുടെ ഈമാൻ എന്താണ് വർദ്ധിക്കാത്തത്, നിങ്ങളുടെ വിശ്വാസം എന്താണ് ദൃഢപ്പെടാത്തത്. അപ്പോൾ എന്നിട്ട് പറയാണ് അത് നിങ്ങളുടെ ഹൃദയം കല്ലുകളെ പോലെയായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആയത്ത് വായിക്കുന്ന നമുക്ക് മുമ്പിൽ അള്ളാഹു എന്താണ് പറയുന്നത്, നമ്മുടെ ഹൃദയം ഒരിക്കലും എന്ത് ചെയ്യരുത്, പാറ പോലെ കടുത്ത് വരരുത്. എന്നിട്ട് അള്ളാഹു അതന്നെ തിരുത്തുന്നുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ നീ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തിരുത്തണമല്ല, പാറ പോലെയല്ല, അള്ളാഹു അത് തിരുത്തിയിട്ടുണ്ട്. കാരണം അതിനേക്കാളും കടുത്തു പോയിരിക്കുന്നു അവരുടെ ഹൃദയം. പാറയിൽ നിന്നാണ് നദികൾ ഉണ്ടാവുന്നത്, ആറുകൾ ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് ഒരുപാട് മനുഷ്യർക്കുള്ള ജീവിതോപാധി ഉണ്ടാവുന്നത്, ഒരുപാട് അതിമനോഹരമായ ഗ്രാമങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഈ നദിയുടെ പരിസരത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഹൃദയമുള്ള ഒരു മനുഷ്യൻ, കടുത്തു പോവാത്ത ഹൃദയമുള്ള, ഭയങ്കര നൈർമല്യമുള്ള, വെള്ളമുള്ള ഹൃദയം തന്നെ എന്താ, നനവുള്ള ഹൃദയം തന്നെ എന്താ, കാരുണ്യം ഉണ്ടാകും മനുഷ്യരുടെ അടുത്ത്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മരണഭയം ഉണ്ടാകും, പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കും, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും, ഞാനിനി എങ്ങോട്ടേക്കാണ് മടങ്ങേണ്ടതെന്നതിനെ കുറിച്ച് ചിന്തിക്കും, ആരാണ് എന്നെ സൃഷ്ടിച്ചതെന്നതിനെ കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ചിന്തയുള്ള ഹൃദയത്തിൽ നനവുണ്ടാകും, ചിന്തയുള്ള ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള തഖ്വയുണ്ടാകും. ഇങ്ങനെ ചിന്തിക്കുന്ന ഹൃദയത്തിൽ നിന്നും ആളുകളിലേക്ക് കാരുണ്യത്തിൻ്റെ കൈകൾ നീണ്ടുപോകും. മറ്റുള്ളവരെ സഹായിക്കാൻ ആ മനുഷ്യൻ തയ്യാറാവും. ഈ ജീവിതം ചെറുതാണ്, നാളെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ജീവിതമാണ്, അതാണ് ശാശ്വതമായിട്ടുള്ളത്, എന്നെന്നും നിലനിൽക്കുന്നത് എന്ന് ആ മനുഷ്യൻ ചിന്തിക്കും. അപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും, ഉറവകളുണ്ടാകും എന്നതാണ് അതിമനോഹരമായ ഒരു എക്സാമ്പിളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ ഉപമകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിങ്ങളതൊക്കെ ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, ഉപമകൾക്ക് മുമ്പ് അതിന് ശേഷമുള്ള ആയത്തുകൾ കൂടി വായിക്കുമ്പോഴാണ് ഏതൊരു സൊസൈറ്റിയോടാണ്, ഏതൊരു കമ്മ്യൂണിറ്റിയോടാണ് അള്ളാഹു സംസാരിക്കുന്നത്, അവരുടെ സ്വഭാവം, അവരോട് അള്ളാഹു പറയുമ്പോൾ അത് നമുക്ക് കറക്റ്റായി മനസ്സിലാവണമെങ്കിൽ അതിന് മുമ്പും ശേഷമുള്ള ആയത്തുകളൊക്കെ പഠിക്കണം. അപ്പോൾ സൂറത്ത് ബഖറയിലെ 74-ാമത്തെ ആയത്താണിത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ വാക്കർത്ഥങ്ങൾ, മാപ്പ്, അൻഹാറ്, ഷക്കു, ഹബത്ത യഹ്ബിത്തു, അങ്ങനെയൊക്കെയുള്ള വാക്ക് അല്ലെ. ഹഷിയത്തില്ല, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാൽ. ഷക്കയശൊക്കു, പിളരുക, ഹറജയ ഹുറുജു, പുറപ്പെടുക അല്ലെങ്കിൽ പുറത്തു വരിക, പൊട്ടിയൊലിക്കുക. അപ്പോൾ ഈ വാക്കങ്ങൾ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അതിന് മുമ്പ് ശേഷമുള്ള ആയത്തുകളൊക്കെ വായിക്കുക. ഇൻഷാ അല്ലാഹ് ഹൃദയത്തിൽ നൈർമല്യമുള്ള, കാരുണ്യമുള്ള, നനവുള്ള, പാറ പോലെ ഉറച്ചതല്ലാത്ത ഹൃദയമുള്ള മനുഷ്യരായിട്ട്, സത്യവിശ്വാസികളായിട്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒന്നായി തീരട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.